students, welcome back to our channel. മൂന്നാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 12 at a glance. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 12ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള at a glance എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഈ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫ്രൂട്ട് സലാഡ്. The children in Milan's class brought fruits to make fruit salad. അപ്പൊ എന്താണ് മിലന്റെ ക്ലാസ്സിലത്തെ കുട്ടികൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. Do you have all kinds of fruits? എന്താണ് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് ഉണ്ടോ എന്ന് സാറ് ചോദിക്കുകയാണ്. How can we count if they are mixed up like this? അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ മിക്സ് ആയി കിടന്ന നമ്മൾ എങ്ങനെയാണ് ഇത് കൗണ്ട് ചെയ്യുക? How many of each fruits are there? അപ്പൊ ഓരോന്നിലും ഇപ്പൊ എത്ര ആപ്പിൾ ഉണ്ട്, എത്ര ഓറഞ്ച് ഉണ്ട് എന്ന് ഒരു കുട്ടി ആലോചിക്കുകയാണ്. Let's sort them. അപ്പൊ നമുക്കത് സോർട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിന്റെ കണക്ക് നോക്കി നോക്കാം. Okay, see how the fruits are sorted. അപ്പൊ എങ്ങനെയാണ് ഫ്രൂട്ട്സ് സോർട്ട് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഒരേപോലെ വരുന്നതൊക്കെ ഒപ്പം വെച്ചു. അങ്ങനെയാണ്. അപ്പൊ ഒരേപോലെ വരുന്ന ഫ്രൂട്ട്സ് ഒക്കെ ആപ്പിൾ ആണ്, ആപ്പിൾ ഒക്കെ ഒപ്പം വെച്ചു. അതുപോലെ ഇത് മാങ്ങ ഒക്കെ ഒപ്പം വെച്ചു. അതുപോലെ ബനാനാസ് ഒക്കെ ഒപ്പം വെച്ചു. ഇതെന്താ, ഇത് പേരക്കയാണോ വാട്ടർമെലൺ ആണോ? ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് അതും ഒപ്പം വെച്ചു. ഓറഞ്ച് ഒപ്പം വെച്ചു, പൈനാപ്പിളും ഒപ്പം വെച്ചു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താ? ഫ്രൂട്ട്സും നമ്പറും. അപ്പൊ ഇങ്ങനെ ഒപ്പം വെച്ചാൽ എന്താ, നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ കൗണ്ട് ചെയ്യാൻ എളുപ്പമായിട്ട് ഒരു ബോക്സിൽ എല്ലാതും കൂടി ഇട്ടാൽ നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എത്ര ആപ്പിൾ ഉണ്ട്, എത്ര ഓറഞ്ച് ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ സോർട്ട് ചെയ്താൽ ഇപ്പൊ സെപ്പറേറ്റ് ആപ്പിൾ വരുന്നത് ഒരുമിച്ച് വെച്ച്, മാങ്ങ വരുന്നത് ഒരുമിച്ച് വെച്ച്, അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താ നമുക്ക് എളുപ്പത്തിൽ എണ്ണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എത്ര ആപ്പിൾ ഉണ്ട്. 1 2 3 4 5. എത്ര ആപ്പിൾ ആണ്? 5 ആണ്. അപ്പൊ ഇവിടെ നമ്പർ ചെയ്ത 5. ഇനി പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ ആകെ ഒന്നുള്ളൂ. അപ്പൊ നമ്മൾ ബോക്സിൽ എഴുതി 1. ഇനി മാംഗോ എത്ര ആണ്? 1 2 3. അപ്പൊ 3 എഴുതി. അപ്പൊ നമ്മൾ എണ്ണുമ്പോ നമ്മൾ എണ്ണി കഴിഞ്ഞതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റാണ്ട് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. ഓറഞ്ച് എത്ര എണ്ണ? ഓറഞ്ചും 1 2 3 3 എണ്ണം. ഇനി നെക്സ്റ്റ് വൺ എന്താ? ഗോവ. പേരയ്ക്ക് എത്ര എണ്ണ? 1 2 3 4 5 6 7 8 8 എണ്ണം. ഇനി ബനാന എത്ര എണ്ണം നോക്കാം? 1 2 3 4 5 6 7 8 9 10 10 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 10 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Which fruit is the most in number? Most in number എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഫ്രൂട്ട് ആണ് ഇവിടെ കൂടുതൽ നമ്പർ ഉള്ളത്? ഏത് ഫ്രൂട്ട് ആണ്? ബനാനയാണ്. അപ്പൊ നമ്മൾ ബോക്സിൽ ബനാന എന്ന് എഴുതി കൊടുത്തു. Which fruit is only 1 in number? ആകെ ഒന്ന് മാത്രമുള്ള ഫ്രൂട്ട് ഏതാണ്? പൈനാപ്പിൾ ആണ്. അപ്പൊ നമ്മൾ എഴുതി pineapple. Which fruits are same in numbers? അപ്പൊ same in numbers ഏത് ഫ്രൂട്ട്സ് ആണ്? 2 ഫ്രൂട്ട്സ് വരുന്നുണ്ട്, മാംഗോയും ഓറഞ്ചും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി മാംഗോ, ഒരു കോമഡ ഓറഞ്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many more guavas are there than pineapple? അപ്പൊ അത് ഗുവ തന്നെയായിരുന്നു. എന്താണ്? How many more guavas than pineapple? പൈനാപ്പിളിനേക്കാൾ എത്ര more guavas ഉണ്ട്? അപ്പൊ ഒരു പൈനാപ്പിൾ ആണുള്ളത്. ഗുവാസ് എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര മോർ ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഒന്നിന്റെ കൂടെ 7 കൂട്ടിയാലാണ് നമുക്ക് 8 കിട്ടുക. അപ്പൊ എത്ര മോർ ഉണ്ട്? 7 ഗുവാസ് മോർ ആണ്. ഓക്കെ,
which fruits are more in number than mangoes? അപ്പൊ എന്താണ് which fruits ഏതൊക്കെ fruits ആണ് more in number than mangoes? മാംഗോസിനേക്കാൾ നമ്പർ കൂടുതൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? മാംഗോസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ മാംഗോസിന്റെ കൂടുതലുള്ളത് ഏതാ? ആപ്പിൾ ഉണ്ട്. then പിന്നെ ഏതാ 3നേക്കാൾ കൂടുതൽ ഗുവ ഉണ്ട്. അതുപോലെ പിന്നെ ഏതാ ഉള്ളത്? ബനാന ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം എന്തൊക്കെയാണ്? ആപ്പിൾ, ഗുവ, പൈനാപ്പിൾ. അപ്പൊ ഇതൊക്കെ എന്താണ്? which fruits are more in number than mangoes? മാംഗോസിനേക്കാൾ എണ്ണം കൂടുതലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ കൂട്ടുകാരൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോ നന്നായി വായിച്ചിട്ട് എഴുതാം. ഓക്കെ, they took vessels from the school kitchen and made fruit salad and shared it with others. അപ്പൊ അവർ എന്ത് ചെയ്തു? അവര് സ്കൂൾ കിച്ചണിലുള്ള വെസൽ എടുത്തിട്ട് ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുത്തു. Can you also make fruit salad? What vessels would you take from the kitchen? അപ്പൊ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുകാർ എന്തോരം എങ്ങനത്തെ പ്ലേറ്റ്സും എങ്ങനത്തെ വെസൽസും ആണ് എടുക്കുക? അപ്പൊ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ ഏത് പാത്രമാണ് കൂട്ടുകാർ എടുക്കാന്ന് വെച്ചാല് അത് എഴുതാം, അതിന്റെ നമ്പറും എഴുതാം. ഓക്കെ, ഇനി എന്താ? at my home, എന്റെ വീട്ടിൽ the number of vessels in my home. അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഗ്ലാസ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ നമ്പർ ഇവിടെ എഴുതാ, പ്ലേറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ നമ്പർ എഴുതാ, ഇങ്ങനത്തെ കയ്യിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതാ, ഈ സ്പൂണിന്റെ എണ്ണം എഴുതാ, then ഇങ്ങനത്തെ മൺചട്ടിയുടെ എണ്ണം എഴുതാ, ഇങ്ങനത്തെ കുടുക്കുണ്ടെങ്കിൽ അതിന്റെ എണ്ണം എഴുതാ, ബക്കറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതാ, പിന്നെ ഏതെങ്കിലും ഒരു വെസൽ വരച്ചിട്ട് കൂട്ടുകാരുടെ വീട്ടില് ഇതല്ലാത്ത ഏതെങ്കിലും വെസൽ വരച്ചിട്ട് അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ അളവ്, അതിന്റെ നമ്പർ ഇവിടെ എഴുതാ. ഓക്കെ, അപ്പൊ അത് കൂട്ടുകാരെ വീട്ടിൽ നോക്കിയിട്ട് എഴുതി നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്നാക്സ്. Milan went to the kitchen to count the vessels. His mother was making ഉണ്ണിയപ്പം, his favorite snack. അപ്പൊ എന്താണ്? മിലന് നേരത്തെ തന്നെ ആക്ടിവിറ്റീസ് ഇല്ലേ, പാത്രം എണ്ണീറ്റ് എഴുതുക. അപ്പൊ അതിനു വേണ്ടി കിച്ചണിൽ പോയതാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്? മിലന് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It's my birthday. I'll give ഉണ്ണിയപ്പം to all my friends. അപ്പൊ എന്താണ്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ എന്ത് ചെയ്യും? എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ണിയപ്പം കൊടുക്കും. മിലൻ went to the class with ഉണ്ണിയപ്പം. I like ഇലയട more. അപ്പൊ എന്താണ്? ക്ലാസ്സിൽ മിലൻ ഈ ഉണ്ണിയപ്പം ഇട്ട് പോയി. അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇലയടയാണ് ഒന്നും കൂടെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. Ask your friends about their favorite snacks. Make a table of the number of children who like to eat snack using pictures like this. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇലയട. ഇപ്പൊ ഇലയട എത്ര പേർക്ക് ഇഷ്ടം? കൂട്ടുകാരെ ക്ലാസ്സിലെ കൂട്ടുകാരെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. എന്നിട്ട് അവരുടെ ഫേവറേറ്റ് സ്നാക്സ് ഏതാന്ന് ചോദിക്കുക. എന്നിട്ട് ഇതിലുള്ള സ്നാക്സ് ആണെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത്രയും ഇങ്ങനത്തെ ഇമോജി വരയ്ക്കുക. ഓക്കെ, അപ്പൊ വരക്കേണ്ട ഇമോജി ഏതാണ്? ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ വേണം കൂട്ടുകാർ വരയ്ക്കാൻ. അപ്പൊ ഇലയട എത്ര പേർക്ക് ഇഷ്ടാണോ അത്രയും നമ്പർ ഓഫ് ഇങ്ങനത്തെ പിക്ചർ വരയ്ക്കുക. ഓക്കെ, അപ്പൊ 2 ആണെങ്കിൽ 2. ഇനിയിപ്പൊ നെയ്യപ്പം ഒരാൾക്കാണെങ്കിൽ 1 വരയ്ക്കുക, ഉഴുന്നുവട 3 ആൾക്കാണെങ്കിൽ 3 പിക്ചർ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ ബോണ്ട വരയ്ക്കുക, ഉണ്ണിയപ്പം, പരിപ്പുവട, ഉള്ളിവട. ഒന്നും ആർക്കും ഇത് ഇഷ്ടമല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി കൂട്ടുകാർക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്ന സ്നാക്സ് അല്ലാണ്ട് വേറെ സ്നാക്സ് ഇഷ്ടമുള്ളവര് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ സ്നാക്കിന്റെ പേര് ഇവിടെ എഴുതുക. ഓക്കെ, ഇതല്ലാണ്ട് എന്താ ബജ്ജി ഒക്കെ ഉണ്ട്. അപ്പൊ ആ സ്നാക്സ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഇതിൽ പുറമെ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതാം. then അതിനും ഇവിടെ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് വെച്ചാല് അത്രയും നമ്പേഴ്സ് ഓഫ് പിക്ചേഴ്സ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എഴുതാനുള്ള questions ആണ്. which snack is liked by the most number? അപ്പൊ ഏത് സ്നാക്ക് ആണ്
കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് വെച്ചാല് അതിന്റെ പേര് എഴുതുക, അതിന്റെ നമ്പർ എഴുതുക. ഉഴുന്നുവട എത്ര പേർക്കാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിന്റെ നമ്പർ എഴുതുക. which snack is not liked by anyone? അപ്പൊ ആർക്കും ഇഷ്ടമില്ലാത്ത സ്നാക്ക് ഉണ്ടെങ്കിൽ അത് ഇതിലെഴുതുക. write some questions like this, ask your friends also. അപ്പൊ എന്താണ്, അപ്പൊ ഇതുപോലത്തെ questions ഉണ്ടാക്കാനാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്ത്, ഇപ്പൊ ഇവിടെ how many like ഉഴുന്നുവട എന്നുള്ളതിന് പകരം എന്ത് എഴുതാം, how many like ഉള്ളിവട. നമുക്ക് how much ചോദിക്കാം, അത് എത്രയാണ് ചോദിക്കാം. അങ്ങനത്തെ questions ഇവിടെ എഴുതാം. Okay, ഇനി നമുക്ക് next activity നോക്കാം. toy vehicles. They went to the toy shop to buy a birthday gift for Milan. അപ്പൊ മിലന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മിലൻ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് അവർ എന്ത് ചെയ്തു, ഒരു ടോയ് ഷോപ്പിലേക്ക് പോയി. See the many toy vehicles in the picture. അപ്പൊ അവിടെ എന്താണ്, ഒരുപാട് ടോയ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കൂട്ടുകാർ നോക്കുക. draw as many pictures of each toys as there as in the shop. write their numbers also. അപ്പൊ എന്താണ് പറയുന്നത്, ഇതിന്റെ അടിയിൽ എന്ത് ചെയ്യണം, draw as many pictures of each toys. അപ്പൊ കാർ എത്ര ഉണ്ടെന്ന് വെച്ചാല് അത്രയും കാർ നമ്മൾ ഇവിടെ ഡ്രോ ചെയ്യുക, അതിന്റെ നമ്പർ ഇവിടെ എഴുതുക. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാറ് കൂട്ടുകാർ ഡ്രോ ചെയ്യുക, നമുക്ക് നമ്പർ എണ്ണി നോക്കിയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് കാർ നോക്കാം. 1 2 പിന്നെ ഇവിടെ ഉണ്ടാ 3 4 5 6 7 8 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 8 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ ബസ് എത്ര ഉണ്ട് നോക്കാം. ബസ് എത്ര ആണ്, ബസ് ഇവിടെ ഉണ്ടോ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. 1 2 എത്രയാണ്, 2 ബസ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാം. ബസിന്റെ പിക്ചർ ഇതേപോലെ കൂട്ടുകാർ 2 എണ്ണം ഇവിടെ വരയ്ക്കുക, 8 എണ്ണം ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ, ജീപ്പാണ്. ഓക്കെ, ഒന്ന് ചെറുതാക്കാം. അടുത്തത് ജീപ്പാണ്. ജീപ്പ് 1 ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. 2 3 ജീപ്പ്. then എയറോപ്ലെയിൻ ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ പിക്ചർ 3 ജീപ്പ് ഇവിടെ വരക്കുക. then എയറോപ്ലെയിൻ എത്ര ഉണ്ടാ, 1 only 1. അപ്പൊ 1 എയറോപ്ലെയിൻ ഇവിടെ വരക്കുക. ഇനി സൈക്കിൾ ആണ്. 1 2 3 4 5 6 7 8. there are 8 cycles. 8 എണ്ണം ഉണ്ട് അല്ലേ. ജീപ്പ് നോക്കൂ, ജീപ്പ് നമ്മൾ എണ്ണിയത് 1 2 3 ആണ്. ഇവിടെ ഒന്നും കൂടി ഉണ്ട്. അപ്പൊ 3 അല്ല, 4 ജീപ്സ് ഉണ്ട്. അപ്പൊ ഇത് വെട്ടിയിട്ട് 4 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ. സൈക്കിൾ ഒന്നുകൂടി എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ,